പ്രതിജ്ഞ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാസംഘിലെയും ഞാനും കണ്ടുചേരുന്നു. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ ബിജെപി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. RSSന്റെ വർഗീയ രാഷ്ട്രത്തെ പ്രതിരോധിക്കുക എന്നതാണ് കേരളത്തിനോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം നിഷേധിക്കുന്നു. ഉച്ചകഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചുവെക്കുന്നു. രാജ്ഭവനെ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസാക്കിയിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ബദൽ പദ്ധതിയായി വിഭാവനം ചെയ്ത സിൽവർ ലൈന് അനുമതി നൽകുന്നില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലയിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ ബിജെപി ഭരണം 100 വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനിയും ഇന്ത്യ തുറന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. ഇതിനെതിരായ സമരമുന്നണിയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യനെന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഡിവൈഎഫ്ഐ ഇന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യച്ചങ്ങല കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഒരധ്യായം എഴുതി ചേർക്കുന്ന ഒരു ഇതിഹാസ സമാനമായ സമരത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആകെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇതുപോലെയൊരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ സമരത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് ഈ ദേശീയപാതയിൽ അണിചേർന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ആണൂർ പാലം മുതൽ മാഹിയിലെ പുഴിത്തല വരെയുള്ള 76 കിലോമീറ്റർ നീളത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ അണിനിരക്കുന്ന നിലയിലാണ് ഈ മനുഷ്യച്ചങ്ങല ഒരു മനുഷ്യ കോട്ടയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഈ ചങ്ങലയ്ക്ക് ശേഷം നമ്മുടെ ജില്ലയിൽ 28ഓളം കേന്ദ്രങ്ങളിൽ ഈ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുയോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് MV ജയരാജേട്ടനാണ്. ജയരാജേട്ടൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയും CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സഖാവ് KK രാഗേഷ് ചേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രമുഖ ചലച്ചിത്ര നടിയും സാമൂഹിക പ്രവർത്തക കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഗായത്രി വർഷയെ കണ്ണൂരിലെ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ഫുട്ബോളർ ശ്രീ CK വിനീതിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരിനെ ഈ പരിപാടിയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. ബോഡി ബിൽഡറായിട്ടുള്ള ഷിനു ചൊവ്വ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഷിനുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് M വിജിൻ MLA ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വിജയ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹദേവേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രകാശൻ മാസ്റ്റർ, കുരിശ്വാദ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങലയിൽ അങ്ങോളം ഇങ്ങോളമായി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും നെല്ലിയാശ്ശേരി MLAയുമായ സഖാവ് M വിജിനെ ക്ഷണിക്കുകയാണ്. 1987 കേരളത്തിൽ ആദ്യമായി മനുഷ്യച്ചങ്ങല എന്ന ഒരു സമരരൂപം യുവജന പ്രസ്ഥാനമായി DYFI തുടക്കം കുറിക്കുന്നു. അതിനുശേഷം നിരവധിയായ മനുഷ്യച്ചങ്ങലകളും മതിലുകളും ഒക്കെ ഈ കേരളത്തിന്റെ സമര പോരാട്ടത്തിൽ നാം സാക്ഷ്യം വഹിക്കുകയും പങ്കുകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് DYFI വളരെ ശക്തമായ മുദ്രാവാക്യം കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരായി കേരളത്തോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ യുവതയെ വഞ്ചിച്ചുകൊണ്ട് നിയമന നിരോധനം നടപ്പിലാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരായി ഈ 3 മുദ്രാവാക്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇനിയും സഹിക്കണമോ ഈ കേന്ദ്ര അവഗണന എന്ന ഏറ്റവും ശക്തമായ ഒരു മുദ്രാവാക്യം DYFI മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി മുന്നോട്ട് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യച്ചങ്ങല പുതുചരിത്രം രചിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ ഉൾപ്പെടെ മനുഷ്യച്ചങ്ങലയാണ് നാം പറയുന്നത്. എന്നാൽ മനുഷ്യ മതിലായി ഒരു പലയിടങ്ങളിലെ ഒരു മനുഷ്യ കോട്ടയായി കണ്ണൂരിൽ തന്നെ നാം ഈ കേന്ദ്രത്തിൽ കണ്ടു. 5 ലൈനാണ് മനുഷ്യ മതിലായി ഈ മനുഷ്യച്ചങ്ങല എന്ന ഈ ശക്തമായ ക്യാമ്പയിനിൽ ഈ നാട്ടിലെ ജനത അണിചേർന്നത്. DYFIയുടെ ഈ കരുത്തുറ്റ മുദ്രാവാക്യത്തെ, കരുത്തുറ്റ പ്രക്ഷോഭത്തെ ഈ നാട്ടില് ജനത ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് നാം കണ്ടത്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് ഈ കണ്ണൂർ കാൽത്തക്ഷിൽ നടക്കുന്ന ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നലകളിൽ DYFIയെ നയിച്ച DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഏറെ പ്രിയപ്പെട്ട MP ജയരാജനാണ് ഇവിടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏകാജ്ഞ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വർത്തമാനം അവസാനിപ്പിക്കുന്നു. മനുഷ്യച്ചങ്ങല ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര അവഗണനക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണനയെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം. കേന്ദ്രം കേരളത്തെ കാണുന്നത് ഈ പ്രതിജ്ഞയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ശത്രുത രാജ്യത്തെ പോലെയാണ്. കേരളത്തോട് മാത്രമല്ല, BJP ഇതര സംസ്ഥാന സർക്കാരുകളോട് സ്വീകരിക്കുന്ന സമീപനവും സമാനമാണ്. 64,000 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ചത്. 19,000 കോടി രൂപ നമുക്ക് കടമെടുക്കാൻ നിയമമനുസരിച്ച് അവകാശമുള്ളത് തടഞ്ഞു. ആഭ്യന്തര വരുമാനത്തിന്റെ 3% കടമെടുക്കാമെന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണ്. കേന്ദ്രം എടുക്കുന്നതിന് ആ പരിധിയൊന്നും ബാധകമല്ല. ഇന്നിപ്പോ രാജ്യത്താകെയുള്ള കടം 160 ലക്ഷം കോടിയാണ്. 1947 ശേഷം 2014 വരെയുള്ള 67 വർഷം
നമ്മുടെ രാജ്യം ഭരിച്ചത് 14 പ്രധാനമന്ത്രിമാരാണ്. ആ 14 പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ച് ആകെ വാങ്ങിയ കടം 55 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണത്തിൽ മാത്രമുള്ള കടം 105 ലക്ഷം കോടിയാണ്. അപ്പൊ കടം വാങ്ങുന്നതിന് കേന്ദ്രത്തിന് പരിധിയില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കും. നികുതി വിഹിതം എന്നത് ഔദാര്യമല്ല. കേന്ദ്രമാണ് ഇപ്പോൾ നികുതിയെല്ലാം പിരിച്ചു കൊണ്ടുപോകുന്നത്. GST നിയമം വന്നതോടെ ധന കമ്മീഷൻ തന്നെ ശുപാർശ ചെയ്തത് ആകെ നികുതി വരുമാനത്തിന്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നാണ്. ആ ശുപാർശ വന്നപ്പോ നരേന്ദ്രമോദി തന്നെ ഇടപെട്ടുകൊണ്ട് ധന കമ്മീഷനോട്, തൊട്ടടുത്ത 15ാം ധനകാര്യ കമ്മീഷനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ശുപാർശ തിരുത്തി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കുറക്കണമെന്നാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, നീതി ആയോഗിന്റെ CEO ആണ്. അത് രേഖകൾ അടിസ്ഥാനമാക്കി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, 15ാം ധനക്കമ്മീഷനോട് 14ാം ധനക്കമ്മീഷന്റെ ശുപാർശ സംസ്ഥാനങ്ങൾക്ക് 42% നികുതി വിഹിതം നൽകണമെന്ന ശുപാർശ 22 കുറക്കണമെന്ന് പറഞ്ഞു എന്നാണ്. ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെ വേറെ കാണുന്നു. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ ആളാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കുറക്കുന്നത് വെട്ടിക്കുറക്കാൻ വേണ്ടി ധനകാര്യ കമ്മീഷനോട് പറയുന്നിടത്ത് കാര്യങ്ങളെത്തി. അതുപ്രകാരം നമുക്ക് നഷ്ടമായത് 18,000 കോടിയാണ്. റവന്യൂ കമ്മിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കമ്മി നികത്താനുള്ള ഗ്രാന്റ് നൽകും. കേരളത്തിന് അങ്ങനെ തരേണ്ടത് 8,400 കോടിയാണ്. അതും തന്നില്ല. നമുക്ക് നൽകാനുള്ള മറ്റൊരു കേന്ദ്ര വിഹിതമാണ് GST നഷ്ടപരിഹാരം. അതുപ്രകാരം 12,000 കോടി നമുക്ക് ലഭിക്കണം. അതും നിഷേധിച്ചു. ഈ 4 ഇനങ്ങളിൽ മാത്രം 57,400 കോടിയുണ്ട്. മറ്റിനങ്ങളിൽ കൂടിയുള്ള തുക കൂടി ചേർത്താൽ കേരളത്തിന് നിഷേധിക്കപ്പെട്ടത് 64,000 കോടിയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ കേന്ദ്രം തരുന്ന ഒരു 200 രൂപയുണ്ട്. ചിലർക്കൊരു 500 രൂപയാവും 80 വയസ്സ് കഴിഞ്ഞാൽ. ആ തുക പോലും തന്നില്ല. കോളേജ് അധ്യാപകർക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിന്റെ UGC ഗ്രാന്റ് ഉണ്ട്, അത് തന്നില്ല. ഉച്ചഭക്ഷണത്തിനുള്ള കേന്ദ്ര വിഹിതമുണ്ട്, അത് തന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പണമുണ്ട്, കൂലിയായി കൊടുക്കേണ്ട പണമുണ്ട്, അത് തന്നില്ല. ഏറ്റവും ഒടുവിൽ NHM രാജ്യത്താകെയുള്ള ദേശീയ ആരോഗ്യ ദൗത്യ വഴിയുള്ള കേന്ദ്രത്തിന് നൽകേണ്ട പണം, കേരളത്തിന് നൽകേണ്ട പണം പോലും തന്നില്ല. ചുരുക്കത്തിൽ കേരളത്തെ പൂർണ്ണമായി സാമ്പത്തികമായി ഞെരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഒരു 3,000 കോടി നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതുപോലും മറ്റൊരു വളഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുത്തു എന്നതാണ് സത്യം. ഇതുപോലൊരു അപകടന ഈ സംസ്ഥാനത്തോട് കാട്ടാൻ മാത്രം എന്താണ് സംസ്ഥാനം ചെയ്ത തെറ്റ്? എന്താണ് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ ചെയ്ത തെറ്റ്? ഇടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്നു വന്നതാണോ? എങ്കിൽ ആ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 7.5 വർഷമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വൈദ്യുതി ഇല്ലാത്തവരുടെ വീടുകളിൽ വൈദ്യുതി, ഇനിയിപ്പോ വെള്ളമില്ലാത്ത വീടുകളിൽ മുഴുവൻ വെള്ളമെത്തിക്കാനുള്ള പദ്ധതി, അതിദരിദ്ര കുടുംബങ്ങൾ 64,006 കുടുംബങ്ങളിൽ എല്ലാവരെയും കൈപിടിച്ചുയർത്താനുള്ള പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ആയുർദൈർഘ്യം കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കേരളത്തിൽ, ഏഷ്യയിൽ സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭങ്ങളിൽ 1ാമത്. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കും വന്നു.
നാം ബെസ്റ്റ് പെർഫോമർ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ ഏറ്റവും മുന്നിൽ, ദേശീയ പുരസ്കാരം ഒന്നാമത്. ഇങ്ങനെ എല്ലാറ്റിലും കേരളം ഒന്നല്ലേ? ഇക്കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വ്യവസായ സംരംഭങ്ങളിലൂടെ 90,000 കോടി രൂപയുടെ നിക്ഷേപം, അതുവഴി 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കത്തക്ക നിലയിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ ആ മുന്നേറ്റം ഉണ്ടാക്കിയത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം, 3-3.25 കോടി മലയാളികൾ താമസിക്കുന്ന സംസ്ഥാനം, പുരോഗതിയുടെ പടവുകൾ കയറുമ്പോൾ ഈ സംസ്ഥാനത്തെ ക്രൂരമായി സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്. തൊഴിൽ രഹിത യൗവനത്തിന്റെ പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ നിയമന നിരോധനത്തിലൂടെ കരിച്ചു കളഞ്ഞത്. നിയമന നിരോധനം മാത്രമല്ല, ഒരു തസ്തികയിൽ 3 വർഷമായി ആളെ നിയമിക്കുന്നില്ലെങ്കിൽ ആ തസ്തിക തന്നെ ഇല്ലാതാകും. തസ്തിക വെട്ടിക്കുറയ്ക്കലും നിയമന നിരോധനവും. റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനങ്ങൾ നടക്കുന്നില്ല. നിയമനങ്ങൾ നടക്കാത്തത് കൊണ്ട് റെയിൽവേയിൽ ഫീൽഡ് ജീവനക്കാരില്ല. അതുകൊണ്ട് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേയോട് കാണിക്കുന്ന അവഗണന. നമുക്ക് ആവശ്യമായ പുതിയ തീവണ്ടികളില്ല, കോച്ചുകളില്ല. ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ദുരിതത്തിലാണ്. അപകടം നിത്യവാർത്തയാണ്. ഇങ്ങനെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ, ആ ഡിവൈഎഫ്ഐയുടെ ഉശിരാർന്ന ഒരു പോരാട്ടം, ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തുന്ന പോരാട്ടം, അതാണ് 2024 ജനുവരി 20 ഇന്ന് കുറിച്ചിടുന്നത്. 1987 ആഗസ്റ്റ് 15-നായിരുന്നു കേരളത്തിൽ ആദ്യത്തെ മനുഷ്യ ചങ്ങല. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ അതുപോലെ ഒരു പരിപാടി വേറെ പറയാനില്ല. അങ്ങനെയൊരു പരിപാടി നടത്തിയതിനു ശേഷം മനസ്സിലായി, ജനങ്ങളെ ഏറ്റവും കൂടുതൽ അണിനിരത്താൻ കഴിയുന്ന ഒരു മുന്നേറ്റമാണ് മനുഷ്യ ചങ്ങല, മനുഷ്യ മകൻ. ഇതെല്ലാം ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐ സവിശേഷമായി നേതൃത്വം കൊടുക്കുകയാണ്. 1987 ആ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുമ്പോൾ പ്രകാശൻ മാസ്റ്റർ ഞാനുമൊക്കെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരായിരുന്നു. പിന്നീട് ഡിവൈഎഫ്ഐ ദേശീയപാതയിൽ മാത്രമല്ല, കേരളത്തിലെ റെയിൽവേ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ റെയിൽവേ അവഗണനക്കെതിരായ മനുഷ്യച്ചങ്ങല റെയിൽ പാളത്തിൽ സംഘടിപ്പിച്ചു. ഇങ്ങനെയെല്ലാം സമരങ്ങൾക്ക് പുതിയ ഇതിഹാസം. അതാണ് ഡിവൈഎഫ്ഐ. ആ പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ പങ്കെടുത്തു. അതാണ് ഇന്നത്തെ പരിപാടിയുടെ വിജയം. ഇന്ന് ഈ വേദിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കായിക രംഗത്ത് മിന്നുന്ന താരങ്ങൾ ഇന്ന് കണ്ണൂരിലാണ് അവർ പങ്കെടുത്തത്. ഗായത്രി വർഷയുണ്ട്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സന്തോഷ് കീഴാറ്റൂരുണ്ട്, നമ്മുടെ പ്രമുഖ ഫുട്ബോളർ വിനീത് ഉണ്ട്, നമ്മുടെ മിസ്റ്റർ കേരളയായി അറിയപ്പെടുന്ന ഷിനു ജോഗിയുണ്ട്. നേരത്തെയാണെങ്കിൽ ദേശീയ പുരസ്കാരം നേടി നമ്മുടെ ജില്ലയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച സോണോ ആക്ടിൽ ഗസൽ ബാബു പങ്കെടുത്തു. ഇങ്ങനെ നമ്മുടെ ഈ മനുഷ്യച്ചങ്ങലയിൽ അത്യപൂർവമായ ഒരു ദൃശ്യം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് പൂർണ്ണമായി പങ്കെടുത്തു. ഇങ്ങനെയെല്ലാം വൻ വിജയമാക്കി മാറ്റിയ ഈ ചങ്ങല ഇവിടെ നിങ്ങൾ കാണുന്നത് എപ്പോഴും യൂത്ത് കോൺഗ്രസുകാർ തെറി വിളിക്കുന്ന മനോജിന്റെ കണ്ണൂർ വിഷനും അതുപോലെയുള്ള ചില പ്രാദേശിക ചാനലും. ഒരൊറ്റ നെറ്റില്ല, ഏഷ്യാനെറ്റില്ല, മനോരമയില്ല. അവരെല്ലാം എവിടെ പോയിന്ന ഞാൻ അന്വേഷിക്കുമ്പോ അവർ 3:30 ആ ദേശീയപാതയിലുള്ള 2 സ്ഥലത്തുണ്ട്. ഒന്ന് പരിയാരത്ത്, ഒന്ന് അതിനപ്പുറം ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലത്ത്. അത് വെള്ളൂരിനും കരിവെള്ളൂരിനും ഇടയിലാണ്. അപ്പൊ അവിടെയുള്ള ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ ചേനലിന്റെ ഇവിടെ വന്നിന്, ഇതെന്താ പട്ടണത്തിൽ പോകാത്തത്?
അപ്പോഴാണ് മനസ്സിലായത് അവർ 3 മണിക്ക് ഈ ക്യാമറയിൽ ആളില്ലാത്ത ചിത്രം പകർത്താൻ പോയതാണ്. നാളെ ചില വാർത്ത വരും, ഇതാ ചങ്ങല പൊട്ടി. അത് അവരുടെ ഒരു സഹജ സ്വഭാവ. ഇവിടെ വന്നാൽ 5ഉം 6ഉം ലൈനായിട്ടുള്ള ചങ്ങല കോട്ടയായത് ചിത്രം കൊടുക്കേണ്ടി വരും. അതിനവരില്ല. പൊട്ടിയിട്ടുണ്ടോ എന്ന് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ പോയ പകയന്മാരെ ഒരാളെയും കാണുന്നില്ല ഇവിടെ. അതുകൊണ്ട് അവരെല്ലാം ഡിവൈഎഫ്ഐയെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ജനലക്ഷങ്ങളാണ് ഈ ചങ്ങല വിജയിപ്പിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. കേരളത്തിന്റെ രണഭൂമിയിൽ കണ്ണൂരിന്റെ ഹൃദയത്തിൽ മനുഷ്യക്കോട്ട കെട്ടി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഏറ്റവും അഭിമാനകരമായ എന്റെ ജീവിത മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ലോകത്തൊരു അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരി ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്നെപ്പോഴും പറയാറുള്ള ഞാൻ കേരളത്തിന്റെ രണഭൂമിയിൽ, വിപ്ലവ ഭൂമിയിൽ, ഇന്ന് മനുഷ്യ ചങ്ങലയിൽ അല്ല മനുഷ്യക്കോട്ടയിൽ ഏറ്റവും ശക്തിയുള്ള കല്ലായി തന്നെ നിൽക്കുകയാണ്. ഒരുപാട് അഭിമാനം, ഒരുപാട് അന്തസ്. എന്നെ കേൾക്കുന്ന, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രിയ സഖാക്കൾക്ക് എല്ലാവർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. കാരണം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വെല്ലുവിളിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ സഖാവ് അവസാനം പറഞ്ഞു നിന്ന് എവിടെ മനോരമ, എവിടെ ഏഷ്യാനെറ്റ് എന്ന് ചോദിച്ച ചോദ്യം കാര്യകാരണ സഹിതം ഇന്ത്യയുടെ സാംസ്കാരിക നിലവാരത്തിൽ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ മാധ്യമ പ്രവർത്തകർ എടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ എവിടെ എന്ന് ചോദിച്ചതിനാണ് കഴിഞ്ഞ 2 മാസമായിട്ട് സൈബർ ആക്രമണം എന്ന് പറഞ്ഞ പേരിൽ ഞാൻ തെറിവിളി കേൾക്കുന്നത്. എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത്? ഇനിയും സഹിക്കുന്ന ഒരു കേന്ദ്ര അവഗണന ഡിവൈഎഫ്ഐ ഏറ്റവും മാന്യമായാണ് ചോദിക്കുന്നത്. യൗവനത്തിന്റെ എല്ലാ ഭീഷണശക്തിയോടും വിവേചന ചിന്തയോടും ഉത്തരവാദിത്ത ബോധത്തോടും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് ഡിവൈഎഫ്ഐ ഏറ്റവും മാന്യമായി ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന് ചോദിക്കുന്നു. ഡിവൈഎഫ്ഐയിലുള്ള പ്രായത്തിലുള്ള മക്കളുടെ അമ്മയായിട്ട് കേരളത്തിൽ നിൽക്കുന്ന എന്നെ പോലൊരു സ്ത്രീ ഇനിയും സഹിക്കണോ ഇവിടെ ഇങ്ങനൊരു ജീവിതം എന്ന് ഇന്ത്യയിൽ നോക്കി പരിതപിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിൽ അവൾ എന്റെ പ്രായത്തിൽ ഈ നാട് എവിടെ? അങ്ങനെ ഒരു നാടുണ്ടോ? അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടോ? ഞാൻ ആ പ്രായത്തിൽ കലാലയങ്ങളിൽ പഠിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പേ SFIയുടെയൊക്കെ തിളയ്ക്കുന്ന എന്റെ യൗവനകാലത്ത് മുമ്പോട്ട് നോക്കുമ്പോൾ വളരെ പ്രതീക്ഷയായിരുന്നു. പുരോഗമനപരമായ, സാംസ്കാരികപരമായ ഏറ്റവും വലിയ മൂല്യങ്ങളോടുകൂടി ഭൂമിയുടെ ഭൗമ മണ്ഡലത്തിൽ ഏറ്റവും അന്തസ്സോടുകൂടി ഇന്ത്യ മഹാരാജ്യ ലോകത്തിൽ എവിടെ ചെന്നാലും ഇന്ത്യക്കാരിയാണ്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ മാനവശേഷിയായി, ഏറ്റവും വലിയ ബൗദ്ധിക ശേഷിയായി, ഏറ്റവും വലിയ നവോത്ഥാന മൂല്യങ്ങളുള്ള വ്യക്തികളായി ഇന്ത്യക്കാരുണ്ട് എന്നുള്ള അഭിമാന ബോധത്തോടു കൂടിയാണ് എന്റെ യൗവനം ഞാൻ കടന്നുപോയതെങ്കിൽ ഇന്ന് എന്റെ മകളുടെ യൗവനം ലോകത്തെ നോക്കുന്നത് അങ്ങനെയല്ല. ലോകത്തെ ഏറ്റവും ബൃഹത്തായ സംഘടനയുടെ നീതിബോധത്തിൽ, മൂല്യബോധത്തിൽ, മാനവികതയും മതനിരപേക്ഷയും സെക്യുലറിസവും ഫെഡറലിസവും എല്ലാ മൂല്യങ്ങളുമുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അന്തസ്സുള്ള ഒരു രേഖയുടെ അടിയിൽ ഇന്ത്യ മഹാരാജ്യം ഈ ലോകത്തിന് മുന്നിൽ ഉണ്ടെന്ന് പറയുന്ന ഇടത്ത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ പ്രതിജ്ഞയിൽ പറഞ്ഞ പോലെ 10 വർഷത്തിന്റെ വളർച്ച 100 വർഷത്തിന്റെ പിറകോട്ടുള്ള നടത്തം ഇന്ത്യയിൽ ഉണ്ടാക്കിയതുണ്ട്. മൂല്യബോധത്തിന്റെ കാര്യത്തിൽ, മാനവികതയുടെ കാര്യത്തിൽ, സഹോദരത്തിന്റെ കാര്യത്തിൽ, സമഭാവനയുടെ കാര്യത്തിൽ, സമത്വത്തിന്റെ കാര്യത്തിൽ, മനുഷ്യനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, ആർദ്രതയുടെ കാര്യത്തിൽ എല്ലാം നമ്മൾ 100 വർഷം അക്ഷരാർത്ഥത്തിൽ പുറകോട്ട് പോയി. 1.5 നൂറ്റാണ്ടായി ഇന്ത്യ മഹാരാജ്യം നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട്, 1.5 നൂറ്റാണ്ടായി ഇവിടെയുള്ള ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് സമരങ്ങൾ തുടങ്ങിയിട്ട്, 1.5 നൂറ്റാണ്ടായി ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമരങ്ങൾ ഇവിടെ നടന്നിട്ട്,
1.5 നൂറ്റാണ്ടായി സതി പോലുള്ള അനാചാരങ്ങൾ നിർത്തലാക്കാൻ വേണ്ടി ഇന്ത്യ സമരം ചെയ്തു തുടങ്ങിയിട്ട്, 1.5 നൂറ്റാണ്ടായി ഇന്ത്യയിലെ സ്ത്രീകൾ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ട്, 1.5 നൂറ്റാണ്ടായി ബഹുജാതി ബഹുസ്വരത ഉണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജാതികളില്ലാതെ മതങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന വലിയ മാനവികത മൂല്യമുണ്ടെന്ന് ഇന്ത്യ പറഞ്ഞു തുടങ്ങിയിട്ട് 1.5 നൂറ്റാണ്ടായി. പക്ഷെ ആ പറഞ്ഞു തുടങ്ങിയതും സമരം ചെയ്തതും നേടിയെടുത്തതുമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും അവഗണിച്ചുകൊണ്ട്, മനുഷ്യ സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട്, മനുഷ്യന്റെ ആർദ്രത ഇല്ലാതെ ചെയ്തുകൊണ്ട്, വിഘടനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഏറ്റവും വലിയ പാത വെട്ടിത്തളിച്ചുകൊണ്ട് കേന്ദ്രം ഇന്ന് ഭരണം നടത്തുമ്പോ അത് ഇന്ത്യയിലെ ജനങ്ങളെ ലോകം പുച്ഛിക്കാനുള്ള വഴിയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളിടത്താണ് കേരളം ഇത്രയും വലിയ പ്രതിരോധമായി നിൽക്കുന്നത്, അല്ലെ പ്രതിരോധമായി നിൽക്കേണ്ടത്. ഇന്ന് മാനവികത കാത്തു സൂക്ഷിക്കുന്ന, അന്ന് തുടങ്ങിയ നവോത്ഥാന പോരാട്ടങ്ങളെല്ലാം രാഷ്ട്രീയപരമായി ഇംപ്ലിമെന്റ് ചെയ്ത, ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും 60 മുതൽ 87% വരെ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന, അത്രയധികം വിദ്യാഭ്യാസപരമായി വൈജ്ഞാനികമായി ഔന്നത്യത്തിൽ നിൽക്കുന്ന, അടുത്ത 25 വർഷം കൊണ്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും വലിയ നവവൈജ്ഞാനിക വികസിത രാജ്യമായിരിക്കും, ഇടമായിരിക്കും കേരളമെന്ന് ഊറ്റിക്കൊള്ളുന്ന നമുക്ക് നമ്മളോട് മാത്രമല്ല പ്രതിബദ്ധതയുള്ളത്, ഈ ലോകത്തെ മുഴുവൻ ഇടതുപക്ഷത്തോട്, ലോകത്തെ മുഴുവൻ വലതുപക്ഷത്തോട്, ലോകത്തിന്റെ മുഴുവൻ മനുഷ്യപക്ഷത്തോട്, ലോകത്തെ മുഴുവൻ വലതുപക്ഷവൽക്കരിക്കുന്ന എല്ലാ സമീപനങ്ങളോടും പ്രതിരോധം തീർക്കേണ്ട ബാധ്യത ഈ കൊച്ചു കേരളത്തിനാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ഇന്ന് മനുഷ്യക്കോട്ടയായി മാറിയിരിക്കുന്നത്. സഖാവിടെ പറഞ്ഞു കഴിഞ്ഞു, കോട്ടയ്ക്ക് വിള്ളലുണ്ടോ എന്ന് തപ്പി നടക്കുന്ന മാധ്യമങ്ങളെ സഹതപിക്കാൻ മാത്രമാണ് എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറ്റുന്നത്. കാരണം ജീവിതം നെട്ടോട്ടം ഓടുമ്പോ കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി നമ്മുടെ ജനതയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ, നമ്മുടെ എല്ലാ ഔന്നിത്യങ്ങളെയും ഇല്ലാതാക്കുന്ന, ഒറ്റുകൊടുക്കുന്ന ഈ മാധ്യമ പടയെ ഇന്ന് നമ്മളുടെ ലോകം ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നമ്മളുടെ വിദ്യാർത്ഥികളിൽ 100% സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. 99% ആൾക്കാരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് 100% തന്നെയാണ്. നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ മാധ്യമം. നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിലാണ് നമ്മളുടെ ആശയവിനിമയ കേന്ദ്രങ്ങൾ. നമ്മൾ തന്നെയാണ് സാംസ്കാരിക വിനിമയ കേന്ദ്രങ്ങൾ. കേരളത്തിന്റെ എല്ലാ നന്മകളും മൂല്യങ്ങളും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ഇടത് മനസ്സിനെ, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സിനെ, കേരളത്തിന്റെ മനുഷ്യ സ്നേഹത്തെ, മാനവികതയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി കാരിരുമ്പ് കൊണ്ട് തീർക്കുന്ന കോട്ട പോലെ ഇന്ന് ഈ മനുഷ്യക്കോട്ട ഇവിടെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട മിസ്റ്റർ മോഡി. കുരുതിക്കളം തീർത്തിട്ട് ഗുജറാത്തിനെ കുരുതിക്കണമാക്കി മാറ്റിയിട്ട് അവൻ കൊലകം ചെയ്തിട്ട് അതിൽ നിന്ന് വീരനായകനായിട്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യ സ്നേഹം കൊണ്ട് മറുപടി പറയാൻ ഈ കേരളം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ അഭിവാദ്യം ചെയ്തു. 1986 നടന്ന മനുഷ്യച്ചങ്ങലയിൽ അടക്കം എനിക്കും പങ്കാളിയാകാൻ സാധിച്ചു എന്നൊരു അഭിമാനം ഇന്ന് 2024 എത്തി നിൽക്കുമ്പോഴും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇവിടെ തീർത്ത ഈ മനുഷ്യ സാഗരം അല്ലെങ്കിൽ മനുഷ്യ മതി എന്ന് തന്നെ പറയാം. ഈ മനുഷ്യച്ചങ്ങലയിലും പങ്കാളിയാകാൻ സാധിച്ചതിലുള്ള വലിയ അഭിമാനത്തിൽ അതിലേറെ വലിയ പോരാട്ട മൂല്യത്തിലുമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് കേരളത്തെ തിരിച്ചു കൊള്ളുവാൻ വേണ്ടി, ശ്വാസം മുട്ടിക്കുവാൻ വേണ്ടി ഇവിടെ ഭരണകൂടം തയ്യാറാകുമ്പോൾ അതിന് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇവിടുത്തെ യുവതയും ഇവിടുത്തെ സമൂഹവും പൊതുജനങ്ങളും ആകെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സമര പോരാട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് കൈകോർത്ത് നാളെ വീണ്ടും തുടരും. നേരത്തെ പറഞ്ഞതുപോലെ കേരളം എന്ന ഈ സുന്ദരമായ പച്ചത്തുരുത്തിൽ എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഈ പച്ചത്തുരുത്തിൽ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഒരു ഭരണകൂടം ശ്രമിക്കുമ്പോൾ അവിടെ നമ്മളെല്ലാവരും ഇന്ന് കൈകോർത്തതുപോലെ നാളെയും കൈകോർത്തുകൊണ്ട് ഈ സമരഭൂമിയിൽ ഉണ്ടാകുമെന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഞാനും നിങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമര പോരാട്ടത്തിൽ നാളെയും പങ്കാളികളാകാം. കേരളത്തെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല എന്ന ഈ പ്രഖ്യാപനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പോരാട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതേ വീര്യത്തോടുകൂടി, ഇതേ ആർച്ചവത്തോടുകൂടി, ഇതേ സ്നേഹത്തോടുകൂടി, ഇതേ ഐക്യത്തോടുകൂടി കേരളം എന്ന് പറയുന്ന ഈ
സുന്ദര നാടിനെ നമ്മൾ ചേർത്ത് പിടിക്കും എന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുമ്പോൾ, ഇത് പൊതുസമൂഹം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നും ആവേശം തന്നെയാണ് ഇന്ത്യയിലെ ഡിവൈഎഫ്ഐ, കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സമര പോരാട്ടങ്ങൾക്കും കൂടുതൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ലൂയിസ് മിൽച്ചിക് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചക്രവർത്തിവാക്കും കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഒരു വാക്യം മാത്രം ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, സമയം കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് പായുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ കാഴ്ചക്കാരാകാതെ പങ്കാളികളാവുക. ഈ പോരാട്ടത്തിൽ നമ്മളൊക്കെ പങ്കാളികളായില്ലെങ്കിൽ നാളെ വരുന്ന തലമുറ ഒരുപക്ഷെ നമ്മൾ നോക്കി പുച്ഛിച്ച് തിരിച്ചു കഴിയും. അതുകൊണ്ട് ഈ സമയത്ത് ഈ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടിയാണ് എല്ലാം പറഞ്ഞു വരുന്നു. ഞാൻ നിങ്ങൾ വണക്കം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്, സാധാരണക്കാരാണ്. നമുക്ക് നല്ലൊരു റെയിൽവേ സംവിധാനം പോലും ഇത്രയും കാലമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് കേരളത്തിൽ നിഷേധിക്കുന്നു എന്നത് നമ്മൾ ചോദിക്കേണ്ടതാണ്. ആ ചോദ്യത്തിൽ നമുക്കൊക്കെ ഇനിയും ഈ പോരാട്ടത്തിൽ പങ്കാളികളാകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ സമര പോരാട്ടത്തിൽ വിപ്ലവ പോരാട്ടം എന്നെടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യം.